ചോറിൻ്റെ കൂട്ടത്തിൽ ഇത് മാത്രം മതി. എനിക്ക് കുറച്ച് പൊടിച്ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് കുറച്ച് തേങ്ങക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കുറച്ച് പ്രോൺസ് ഉൾത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് ഒരു 20 to 25 മിനിറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഈ ചെമ്മീനൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് സെയർ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോൺസിൻ്റെ ഫ്ലേവർ നമ്മൾ ഈ വെളിച്ചെണ്ണയിലോട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നല്ല രീതിയിൽ ഈ ഫ്ലേവറൊക്കെ ഇറങ്ങി കാണും. ഈ ഫ്ലേവറായിട്ടുള്ള വെളിച്ചെണ്ണയിലാണ് നമ്മൾ ബാക്കിയുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് വഴറ്റാൻ പോകുന്നത്. ഇപ്പോൾ കടുകും വറ്റൽമുളകും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ തേങ്ങാക്കൊത്ത് മസ്റ്റാണ്. അതും കൂടി എന്തായാലും വേണം. എന്നാലേ കഴിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ക്രഞ്ചിനെസ് കിട്ടും. പിന്നെ അതിന് ശേഷം സ്ലൈസ് ചെയ്ത് ചെറുള്ളി ഇട്ട് ആവശ്യത്തിന് ഉപ്പിടുക. എന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മളുടെ ചെറുള്ളി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ആ സമയത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പച്ച സ്മെല്ലൊന്ന് പോയി കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളൂ. അതിട്ട് കഴിഞ്ഞിട്ട് ഈ നാച്ചുറൽ ജ്യൂസ് ഉണ്ടാവും പ്രോൺസിൻ്റെ, അതും കൂടി ഇട്ട് നല്ല രീതിയിൽ ഇളക്കുക. പിന്നെ ഈ ചെമ്മീനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ശകലം പുളി വേണം. അതുകൊണ്ട് ഞാൻ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുടംപുളിയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി പെരിഞ്ജീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി ശകലം ഗരം മസാല. ഇത്രയേ ഉള്ളൂ പരിപാടി. ചോറിൻ്റെ കൂട്ടത്തിലെ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഓൾവേസ് റിമെമ്പർ ദിസ്, എവരിബഡി ക്യാൻ കുക്ക് ആൻഡ് എവരിബഡി ഹാസ് ടു കുക്ക്. Delicious.